കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 1 നമ്മൾ ശ്ലോകം 11 നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ 12 സ്കന്ധത്തിൽ പ്രതിപാദ്യ വിഷയം ആശ്രയം എന്നാണ്. ആശ്രയം എന്താ വെച്ചാൽ ലക്ഷണം 10 ലക്ഷണം ഉണ്ടല്ലോ, ദശലക്ഷണം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ 3-ാം സ്കന്ധം തൊട്ട് ഓരോ ലക്ഷണമായിട്ട് വന്നിട്ട് നമ്മൾ മുക്തി സ്കന്ധം കണ്ടു. മുക്തി എന്ന് പറഞ്ഞാൽ ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനം. എന്നിട്ട് മോചനം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ജീവാത്മാവ് ആരെയാണ് ആശ്രയിക്കുക? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആശ്രയമായിട്ടുള്ള ബ്രഹ്മത്തിന്, അല്ലേ? അതിൻ്റെ അർത്ഥം ആശ്രയം എന്ന് പറഞ്ഞു വെച്ചാൽ ബ്രഹ്മ ഐക്യം എന്നാണ്. അതായത് ജീവാത്മാവ് ദേഹാഭിമാനം പൂർണ്ണമായും വിട്ടിട്ട് ഞാൻ ഈ ദേഹമാണെന്നുള്ള വിചാരം വിട്ട് എപ്പോഴാണ് ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞ് ആത്മാവ് തന്നെ ആയിത്തീരുന്നത്, അതാണ് ആശ്രയം എന്ന് പറയുന്ന ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? പരമാശ്രയമായ ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് അനുഭവമായിട്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് ആശ്രയം. അതാണ് കേട്ടോ 12-ാം സ്കന്ധത്തിലെ വിഷയം. മുക്തി കിട്ടി 11-ാം സ്കന്ധത്തിൽ. മുക്തി മീൻസ് മോചനം ഫ്രം ദ ഈ ജീവാത്മാവിന് മോചനം കിട്ടുകയാണ്. മോചനം കിട്ടിയിട്ട് ആരിൽ ലയിക്കുന്നു? പരബ്രഹ്മത്തിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ഐക്യം പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പരീക്ഷിച്ച് ചോദിച്ചു, ഭഗവാൻ പോയതിന് ശേഷം ആരാണ് ഭരിച്ചതെന്ന് ചോദിച്ചുല്ലോ. അപ്പോൾ ആ രാജാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. 11 വായിച്ചു നമ്മൾ, അല്ലേ? ആ രാജാക്കന്മാർ ഭൂമിയെ 100 സംവത്സരം ഭരിക്കും എന്ന് പറഞ്ഞുല്ലോ നമ്മൾ, അല്ലേ? അത് പറഞ്ഞിട്ട് ഇനിയും കുറച്ചും കൂടിയും പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തവനന്ദൻ ദ്വിജ കശ്ചിത് പ്രപന്നാനുദ്ധരിഷ്യതി തേഷാമഭാവേ ജഗതിം മൗര്യോ ഭോക്ഷ്യന്തി വൈ കലൗ. ഇനി നമുക്ക് 12 എന്താണ്? പ്രപന്നാൻ, വളരെ വിശ്വസ്തൻ, അതായത് ശരണാഗതി അടയുന്നവർ, അല്ലെങ്കിൽ വളരെ ലോയൽ ആയിട്ടുള്ളവരെ. നവനന്ദന്മാരെ കശ്ചിത് ദ്വിജ, ഒരു ബ്രാഹ്മണൻ, ഉദ്ധരിഷ്യതി, ഉന്മൂലനം ചെയ്യും. തേഷാം അഭാവേ, അവരുടെ അഭാവത്തിൽ, ജഗതിയെ, കലൗ, കലിയിൽ, മൗര്യന്മാർ ഭരിക്കും. ഭുജിക്കും മീൻസ് അവർ ഭുജിക്കും എന്നുള്ളത് എന്താ വെച്ചാൽ ഭൂമിയിലത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ പ്രസിദ്ധന്മാരായിട്ടുള്ള 9 നന്ദന്മാരെയും ഒരു ബ്രാഹ്മണൻ ഉയർത്തിക്കൊണ്ടുവരും, ഉദ്ധരിക്കും. എന്നിട്ട് അപ്പോൾ കലികാലത്ത് അങ്ങനെ അവർ കഴിഞ്ഞാൽ പിന്നെ അവരെ കലികാലത്ത് മൗര്യന്മാരെ ഭൂമിയെ ഭരിക്കും എന്നാണ് പറയുന്നത്. അതായത് നന്ദനെയും അവൻ്റെ പുത്രന്മാരായിട്ട് സുമാല്യൻ എന്ന് പറഞ്ഞുല്ലോ നമ്മൾ. അവരെയൊക്കെ ഈ ചാണക്യൻ എന്നിട്ടൊരു ബ്രാഹ്മണൻ നശിപ്പിക്കും ശരിക്കും. എന്നിട്ട് അവർ ഇല്ലാതെ ആയപ്പോൾ ചന്ദ്രവംശം അവസാനിച്ചു എന്നർത്ഥം. അതാണ് ഈ സുമാല്യൻ മുതലായ 8 പേരാണ് ചന്ദ്രവംശത്തിലത്തെ അവസാനത്തെ. ആ സമയത്ത് മൗര്യന്മാരെ എന്ന് പറയുന്ന രാജാക്കന്മാർ ഭൂമിയെ അടക്കി വാഴും എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. മുമ്പ് പറഞ്ഞ ആ 8 സുമാല്യൻ മുതലായിട്ടുള്ള 8 പേരൊക്കെ പറഞ്ഞില്ലേ അധർമ്മികളാണെന്ന്. അപ്പോൾ ചാണക്യൻ എന്നൊരു ബ്രാഹ്മണൻ അവരൊക്കെ നശിപ്പിച്ചിട്ട് പിന്നെ മൗര്യന്മാരാണ് ഭരിച്ചത്. നവനന്ദാൻ ദ്വിജ കശ്ചിൽ പ്രപന്നാനുദ്ധരിഷ്യതി തേഷാം അഭാവേ, അവരില്ലാണ്ടായപ്പോൾ ജഗതി മൗര്യ ഭോക്ഷ്യന്തി വൈ കലൗ. 13 സ ഏവ ചന്ദ്രഗുപ്തം വൈ ദ്വിജോ രാജ്യേഭിഷേക്ഷ്യതി തത്സുതോ വാരിസാരസ്തു തതശ്ചാശോകവർദ്ധന. അശോകൻ. സ ഏവ ചന്ദ്രഗുപ്തം വൈ ദ്വിജോ രാജ്യേ അഭിഷേക്ഷ്യതി. അപ്പോൾ സ ദ്വിജ ഏവ, ആ ബ്രാഹ്മണൻ തന്നെ ചന്ദ്രഗുപ്തനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്യും. തത്സുത, അവൻ്റെ പുത്രൻ വാരിസാരൻ, തഥാ അവനിൽ നിന്ന് അശോകവർദ്ധനൻ. അതൊക്കെ നമുക്ക് കുറേശ്ശെ പേര് കേൾക്കാൻ അറിയണതായി, ഇല്ലേ? നോക്കൂ, ഇതിലെന്താ പറഞ്ഞത്?
ആ ചാണക്യൻ എന്നുള്ള ബ്രാഹ്മണൻ തന്നെ ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവാക്കി അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രൻ വാരിസാരൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് അശോകവർദ്ധനൻ. സ ഏവ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെയൊക്കെ അവിടെ എത്തിയിട്ടോ. സ ഏവ ചന്ദ്രഗുപ്തം വൈദ്വിജോ രാജ്യേഭിഷേക്ഷതി തത്സുതോ വാരിസാരസ്തു അശോകവർദ്ധനൻ സുയശാ ഭവിത തസ്യ സംഗത സുയശസ്സുതഃ ശാലിശൂകസ്തതസ്തസ്യ സോമ ശർമ്മ ഭവിഷ്യതി. ഇനി 14 15 ഒന്നിച്ച് ചെയ്യാം. ശതധന്വാ തതസ്തസ്യ ഭവിത തദ്ബൃഹദ്രഥഃ മൗര്യാഹ്യേതേ ദശനൃപാഃ സപ്തത്രിംശച്ഛതോത്തരം സമാഭോക്ഷ്യന്തി പൃഥിവീം കലൗ കുരുകുലോദ്വഹ. പിന്നെ അശോകവർദ്ധനൻ്റെ പുത്രനായിട്ട് സുയശാഭവിത, അവൻ്റെ പുത്രനാണ് അശോകവർദ്ധനൻ്റെ പുത്രൻ സുയശസ്സിൻ്റെ പുത്രൻ സംഗതൻ്റെ പുത്രൻ ശാലിശുകൻ്റെ പുത്രൻ സോമശർമാവ്. ഇനി 15 എന്താ പറയണേ? സോമശർമാവിൻ്റെ പുത്രൻ ശതധന്വാവിൻ്റെ പുത്രൻ ബൃഹദ്രഥൻ. മൗര്യന്മാർ എന്ന പേരോടുകൂടിയ ഈ പറഞ്ഞ 10 രാജാക്കന്മാർ ഹേ പരീക്ഷിത് മഹാരാജാവെ കലിയുഗത്തിൽ 137 കൊല്ലം ഭരിക്കുന്നു. അതായത് മൗര്യ രാജാക്കന്മാരുടെ 10 പേര് പറഞ്ഞു. ഈ 10 പേരാണ് പിന്നത്തെ ഈ സുമാലിയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ 137 കൊല്ലം ഭരിക്കണത് എന്ന് നമ്മൾ പറഞ്ഞു. ഏത് 14 15 അല്ലേ? അതെ. സുയശാ ഭവിത തസ്യ സംഗത സുയശ സുതഃ ശാലിശൂകസ്തതസ്തസ്യ സോമശർമ്മ ഭവിഷ്യതി ശതധന്വാ തേന അതെ തതസ്തസ്യ ഭവിത തദ്ബൃഹദ്രഥ മൗര്യാഹ്യേതേ ദശനൃപാ സപ്തത്രിംശച്ഛതോത്തരം. ഇനി നമുക്ക് 16 വായിക്കാം. ഹത്വാ ബൃഹദ്രഥം മൗര്യം തസ്യ സേനാപതി കലൗ പുഷ്യമിത്രസ്തു ശുംഗാഹ്വഃ സ്വയം രാജ്യം കരിഷ്യതി. പറഞ്ഞു പോയുണ്ട്. ബൃഹദ്രഥൻ്റെ സേനാപതിയായിട്ടുള്ള പുഷ്യമിത്രൻ സ്വന്തം രാജാവിനെ വധിച്ചിട്ട്, അതായത് ബൃഹദ്രഥനെ വധിച്ചു. ബൃഹദ്രഥൻ്റെ സേനാപതിയായിട്ടുള്ള ഈ കൂ ഒക്കെ പറയില്ലേ, ഇപ്പൊക്കെ കാണുമല്ലോ അല്ലേ, കൂ ഉണ്ടല്ലോ, അതായത് ആൾക്കാരെ വധിച്ചിട്ട് അധികാരത്തിൽ കയറുക. അതുപോലെയാണ് തൻ്റെ രാജാവായിട്ടുള്ള ബൃഹദ്രഥനെ വധിച്ചിട്ട് സേനാപതിയായിട്ടുള്ള പുഷ്യമിത്രൻ രാജ്യം സ്വാധീനപ്പെടുത്തും. എന്നിട്ട് പിന്നെ അവൻ ശുംഗന്മാരിൽ ഒന്നാമനാകുന്നു എന്ന് പറഞ്ഞു. ശുംഗാഹ്വഃ. ഇനി 17 അഗ്നിമിത്രസ്തതസ്തസ്മാത് സുജ്യേഷ്ഠോഥ ഭവിഷ്യതി വസുമിത്രോ ഭദ്രകശ്ച പുളിന്തോ ഭവിതാസുതഃ. വായിച്ചു പോകട്ടോ. അതിനുശേഷം അഗ്നിമിത്രനും അവൻ്റെ പുത്രനായിട്ട് ആരാണ് വസുമിത്രനും, അല്ല അവൻ്റെ പുത്രനായിട്ട് സുജ്യേഷ്ഠനും, പിന്നെ അവൻ്റെയും പുത്രൻ വസുമിത്രനും, പിന്നെ ഭദ്രകൻ, പിന്നെ പുളിന്തൻ, അങ്ങനെ വരിയായിട്ട് രാജാക്കന്മാരെ മക്കളെ തതോ ഘോഷ സുതസ്തസ്മാത് വജ്രമിത്രോ ഭവിഷ്യതി തതോ ഭാഗവതസ്തസ്മാത് ദേവഭൂതിരിതി ശ്രുത. പുളിന്തൻ്റെ മകനായിട്ട് ഘോഷൻ്റെ മകൻ വജ്രൻ്റെ മകൻ ഭാഗവതൻ്റെ മകൻ ദേവഭൂതി. ശുംഗദശൈതേ പോക്ഷ്യന്തി ഭൂമിം വർഷശതാധികം തത കണ്വാനിയം ഭൂമിർയാസ്യത്യൽപഗുണാൻ നൃപ. ഈ ശൃംഗന്മാരെന്ന് പറഞ്ഞല്ലോ മൗര്യന്മാർ കഴിഞ്ഞിട്ട്, അവർ 10 രാജാക്കന്മാരെ പേര് പറഞ്ഞു നമ്മൾ. അവർ 100 വർഷത്തിലധികം ഭരിക്കും മൗര്യന്മാർ കഴിഞ്ഞിട്ട്. അത് പിന്നെ ഹേ രാജാവേ ഈ ഭൂമി വളരെ ധർമ്മവും ഗുണമൊക്കെ കുറഞ്ഞതായിട്ടുള്ള കണ്വന്മാരെ ഇടക്കീഴിലാവും. പിന്നെ കണ്വന്മാരെന്ന രാസം ഇയാൾ വിശുദ്ധന്മാരായി വരും. അതായത് പിന്നെയുള്ള രാജാക്കന്മാരാണ് കണ്വന്മാർ, ശുംഗന്മാർ കഴിഞ്ഞിട്ട്. ശുംഗം ഹത്വാ ദേവഭൂതിം കണ്വമാത്യസ്തു കാമിനം സ്വയം കരീഷ്യതേ രാജ്യം വസുദേവോ മഹാമതിഹി. കാമിനം അതായത് ഇല്ലീഗലായിട്ടുള്ള
ബാക്കി സ്ത്രീകളെയൊക്കെ ആയിട്ട് ബന്ധമുള്ള ദേവഭൂതിയും ദേവഭൂതി എന്ന ശുങ്കനെ, അതായത് സ്ത്രീലമ്പടനായിട്ടുള്ള ദേവഭൂതി എന്ന ശുങ്കനെ മഹാബുദ്ധിശാലിയും വസുദേവൻ എന്ന പേരോടുകൂടിയ കണ്വൻ, പിന്നത്തെ കുലത്തിൻ്റെ പേരാ കണ്വൻ, ഹത്വ. അപ്പോൾ ഈ കണ്വൻ ആരെ? ഈ ശുങ്കനിലത്തെ അവസാനത്തെ രാജാവാണ് തന്നെ പറയാം. അയാളെ കൊല്ലും, പിന്നെ അയാൾക്ക് കുട്ടികളുണ്ടാവില്ലായിരിക്കും. എന്തായാലും ആ ശുങ്കൻ എന്നുള്ള ശ്രീലമ്പടനായിട്ടുള്ള രാജാവിനെ ഈ കണ്വൻ വധിച്ചിട്ട് രാജ്യം എടുക്കും. ശുങ്കം ഹത്വാ ദേവഭൂതിം കണ്ണോമാത്യസ്തു കാമിനം സ്വയം കരീഷ്യതേ, അവനവനെടുക്കും രാജ്യം. വസുദേവോ മഹാമതി. ഇനിയോ 21 22 ഒന്നിച്ചാണ് കേട്ടോ. തസ്യ പുത്രസ്തു ഭൂമിസ്തത്രസ്യ നാരായണസുതഃ നാരായണസ്യ ഭവിത സുശർമാ നാമ വിശ്രുതഃ. 22 കാണ്വായന ഇമേ ഭൂമിം ചത്വാരിംശച്ച പഞ്ച ച ശതാനി ത്രീണി ഭോക്ഷ്യന്തി വർഷാണാം ച കലൗയുഗേ. പിന്നെ ഈ പറഞ്ഞ കണ്വൻ ആയിട്ടുള്ള വസുദേവൻ്റെ പുത്രൻ ഭൂമിത്രൻ്റെ പുത്രൻ നാരായണൻ, പിന്നെ സുശർമാവ്, പിന്നെ 345 വർഷം കാലം ഈ കണ്വ വംശത്തിലത്തെ ആൾക്കാർ പിന്നത്തെ 345 കൊല്ലം ഭരിക്കും. 23 ഹത്വാ കാണ്വം സുശർമാണം തദ്ഭൃത്യോ വൃഷളോ ബലി ഗാം ഭോക്ഷ്യത്യന്ധ്രജാതീയ കശ്ചിത് കാലം അസത്തമ. കരികാലാന്ന് കാണാൻ നമുക്ക്. മുമ്പുള്ള ആളെ പിന്നുള്ള ആൾ വെട്ടിക്കൊന്ന രാജാവാവുകയാണ്. നോക്കൂ എന്താണ് പിന്നെ തദ്ഭൃത്യ, അവൻ്റെ ഭൃത്യനും ബലി മഹാബലവാനും അസത്തമ വളരെ അധർമ്മിയും ആന്ധ്രജാതിയിൽ ജനിച്ചവനുമായ വൃഷളൻ ഒരു ശൂദ്രൻ, ക്ഷത്രിയനൊന്നല്ല കേട്ടോ. സുശർമാണം കാണ്ണും, സുശർമാവ് എന്ന പേരായ കണ്ണുനെ ഹത്വ കൊന്നിട്ട് കശ്ചിത് കാലം കുറേ കാലം ഭൂമിയെ ഭരിക്കും. അതായത് കണ്ണുവംശത്തിലത്തെ അവസാനത്തെ ആളാണ് സുശർമാവ്. അവൻ്റെ ഭൃത്യൻ, അവൻ്റെ മന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ ഭൃത്യനോ ആയിട്ടുള്ള ഒരാൾ ആന്ധ്രജാതിയിൽ ജനിച്ച് ബലീഗൻ എന്നാണ് പേര്. ഇയാളെ ഒട്ടും അധർമ്മിയാണ്. അയാൾ ഈ അവസാനത്തെ കണ്വനെ സുശർമാവിനെ വധിച്ചിട്ട് കുറക്കാലം ഭൂമിയിലെ ഭരിച്ചു. കൃഷ്ണനാമാഥ തദ്ഭ്രാത ഭവിത പൃഥിവീപതി ശ്രീശാന്തകർണസ്തത്പുത്ര പൗർണമാസസ്തു തത്സുത. പിന്നെ ബലീഗൻ്റെ സഹോദരനായിട്ടുള്ള കൃഷ്ണൻ എന്ന് പേരായിട്ടുള്ള ഒരാൾ രാജാവായി. അവൻ്റെ പുത്രൻ ശ്രീശാന്തകർണൻ, അവൻ്റെ പുത്രൻ പൗർണമാസൻ. ഈ 25 ലംബോദരസ്തു തത്പുത്രസ്തസ്മാച്ചിബിലകോ നൃപ മേഘസ്വാദിശ്ചിബില കാതടമാനസ്തു തസ്യ ച. വെറുതെ വായിച്ചു പോവാട്ടോ, ഭഗവതല്ലേ, നമുക്ക് മുഴുവനെ ആവണമെങ്കിൽ ഇതും കൂടി വായിക്കണമല്ലോ. പൗർണമാസൻ്റെ പുത്രൻ ലംബോദരൻ, അവൻ്റെ പുത്രൻ ചിബിലകൻ്റെ പുത്രൻ മേഘസ്വാതി, അവൻ്റെ പുത്രൻ അടമാനൻ. അനിഷ്ടകർമ്മ 26 അനിഷ്ടകർമാഹാലേയസ്തലകസ്തസ്യ ചാത്മജ പുരീഷഭീരുസ്തത്പുത്രസ്തോ രാജാസുനന്ദന. അടമാനൻ്റെ പുത്രൻ അനിഷ്ടകർമാവ്, പിന്നെ അനിഷ്ടകർമാവിൻ്റെ പുത്രൻ ഹാലേയൻ്റെ പുത്രൻ തലകൻ്റെ പുത്രൻ പുരീഷഭീരുവിൻ്റെ പുത്രൻ സുനന്ദൻ. ഇങ്ങനെ പറഞ്ഞു പോവാണ്. ചകോരോ നവമോ യത്ര ശിവസ്വാതിരരിന്ദമഃ തസ്യാപി ഗോമതീപുത്രഃ പുരീമാൻ ഭവിതാ തഥാ. പിന്നെ സുനന്ദനൻ്റെ പുത്രൻ ചകോരൻ്റെ പുത്രൻ അനവമൻ്റെ പുത്രൻ ശിവസ്വാതിയുടെ പുത്രൻ അരിന്ദമൻ്റെ പുത്രൻ ഗോമതയുടെ പുത്രൻ പുരീമാൻ. 28 മേധശിരാ ശിവസ്കന്ദോ യജ്ഞശ്രീസ്തത്സുതസ്തതഃ വിജയസ്തത്സുതോ ഭാവ്യശ്ചന്ദ്രവിജ്ഞസലോമധിഃ. വരാൻ പോണതാ പറയണം കേട്ടോ. പുരീമാൻ്റെ പുത്രൻ മേധശിരസിൻ്റെ പുത്രൻ ശിവസ്കന്ദൻ്റെ പുത്രൻ യജ്ഞശ്രീയുടെ പുത്രൻ
വിജയൻ്റെ പുത്രൻ ചന്ദ്രവിജ്ഞൻ്റെ പുത്രൻ സലോമതി. ഏതേ ത്രിംശൻ നൃപതയശ്ചത്വാര്യബ്ദശതാനി ച ഷഡ്പഞ്ചാശച്ച പൃഥിവീം ഭോക്ഷ്യന്തി കുരുനന്ദന. ഹേ പരീക്ഷിത് മഹാരാജാവെ അനുഭവിക്കും എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഈ പറഞ്ഞ 30 രാജാക്കന്മാർ, അതെ ഈ പറഞ്ഞ 30 രാജാക്കന്മാർ അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞു ഇവരൊക്കെ പേര് പറഞ്ഞല്ലോ നമ്മളെ. 456 വർഷം ഭൂമിയെ അനുഭവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 25 ആളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷെ 30 ആളെ ഉണ്ടാവുമായിരിക്കും പിന്നെ പറയാത്തവരെ. അവരെല്ലാം കൂടി 456 വർഷം ഭരിച്ചു. സപ്താഭീര ആവഭൃത്യ ദശഗന്ധർഭിനോ നൃപാഹ കങ്കാഹ ഷോഡശഭൂപാല ഭവിഷ്യന്ത്യതിലോലുപാഹ. ആവഭൃത്യന്മാരെന്ന പേരോടുകൂടിയ ആഭീരജാതിയിൽ ജനിച്ച 7 പേര്, ഗർദഭികൾ എന്നു പേരുള്ള 10 പേര്, കങ്കന്മാരെന്ന് പേരായിട്ടുള്ള 16 പേര്. ഇവരെല്ലാവരും വളരെ ഈ ഭൗതിക പിന്നെ സുഖങ്ങളിൽ തൽപരരായിരുന്നു, വളരെ വിഷയാസക്തരായിരുന്നു എന്ന്. ഈ പിന്നെയുള്ള രാജാക്കന്മാരെ കലിയുഗല്ലേ, നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും വിഷയാസക്തരാണല്ലോ. തതോഷ്ടൗ യവനാ ഭാവ്യാശ്ചതുർദശ തുരുഷ്കകാഹ ഭൂയോ ദശ ഗുരുണ്ടാശ്ച മൗന ഏകാദശൈവതു. ഭഗവാൻ പോയപ്പോൾ കലികാലായില്ലോ. അപ്പം അങ്ങനെയുള്ള കലിയുടെ ദോഷങ്ങൾ കാണാതെ വയ്യല്ലോ. പിന്നെ 8 രാജാക്കന്മാർ യവനന്മാരും ഗ്രീസിൽ നിന്ന് വന്നവരാണ്. 14 പേർ തുലുക്കന്മാരും, അതിൽ പിന്നെ 10 പേർ ഗുരുണ്ടന്മാരും, പിന്നെ 11 പേർ മൗനന്മാരുമായിരിക്കും പിന്നെ ഭരിക്കണോരേ. 32 ഏതേ ഭോക്ഷ്യന്തി പൃഥിവീം ദേശവർഷശതാനി ച നവാധികാം ച നവതിം മൗന ഏകാദശക്ഷിതിം ഭോക്ഷ്യന്ത്യബ്ദശതാന്യംഗ ത്രീണി തൈഹി സംസ്ഥിതേ തതഃ. ഈ മൗനന്മാരെന്ന് പറഞ്ഞുവല്ലോ നമ്മൾ, അതൊഴിച്ചുള്ളവരൊക്കെ ആഭീരാദികളായിട്ടുള്ള 65 രാജാക്കന്മാർ 1099 വർഷം ഭൂമിയെ ഭരിക്കും. അതിനുശേഷം മൗനന്മാരെന്ന് പറയപ്പെടുന്ന 11 രാജാക്കന്മാർ 300 വർഷം ഭരിക്കും. മൗനന്മാരെല്ലാവരും മരിച്ചതിന് ശേഷം വേറൊരു സംഘം വന്ന് രാജ്യം ഭരിക്കും. ആരാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ട് ഇങ്ങനെ പോവുകയാണ് കലികാലത്തിൽ. കിലികിലായാം നൃപതയോ ഭൂതനന്ദോധ വങ്കിരി ശിശുനന്ദിശ്ച തദ്ഭ്രാത യശോവന്തി പ്രവീരകഃ ഇത്യേതേ വൈ വർഷശതം ഭവിഷ്യന്ത്യധികാനി ഷട്ട്. കലികില എന്നു പേരായ പുരിയിൽ ഭൂതനന്ദൻ, വങ്കിരി, ശിശുനന്ദി, പിന്നെ ശിശുനന്ദിയുടെ സഹോദരനായിട്ടുള്ള യശോവന്തി, പ്രവീരകൻ എന്നീ രാജാക്കന്മാർ 106 വർഷം കാലം രാജാക്കന്മാരായിരിക്കും. ഇതൊക്കെ പരീക്ഷിച്ച് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് ഭാഗവതം പൂർണ്ണമാവാൻ നമുക്ക് വായിക്കണമല്ലോ. അത് തേഷാം ത്രയോദശ സുതാ ഭവിതാരശ്ച ബാഹ്ലികാഃ പുഷ്പമിത്രോധ രാജന്യോ ദുർമിത്രോസ്യ തഥൈവ ച. 35 ഏകകാല ഇമേ ഭൂപാ സപ്ത്രാന്താഃ സപ്തകോസലാഃ വിദൂരപതയോ ഭാവ്യ നിഷഥാസ്തത ഏവ ഹി. അവർക്ക് ഈ ഭൂതനന്ദാദികളെ പറഞ്ഞില്ലേ, അവർക്ക് ബാഹ്ലികന്മാരെന്ന് പറയപ്പെടുന്ന 13 കുട്ടികളുണ്ടായി. അതിനുശേഷം പുഷ്പമിത്രൻ എന്നു പേരായ മറ്റൊരാൾ രാജാവാവും. പുഷ്പമിത്രന് ദുർമിത്രൻ എന്നു പേരായിട്ടുള്ള ഒരു മകനുണ്ട്. അപ്പം തന്നെ ആന്ധ്രന്മാർ, കോസലന്മാർ, വിദുരപതികൾ, നിഷധന്മാർ, ഇങ്ങനെ അതാത് ദേശങ്ങളുടെ, അതായത് ഓരോ രാജാക്കന്മാർ ഓരോ രാജ്യത്തും, അതായത് നാട്ടുരാജ്യങ്ങൾ, ഈ നാട്ടുരാജാക്കന്മാരുടെ ആധിപത്യം കാരണം രാജാക്കന്മാർ ഓരോ പിന്നെ അനവധി നാട്ടുരാജ്യങ്ങളായിട്ട് ഭവിക്കും. മാഗധാനാം തു ഭവിത വിശ്വസ്ഫൂർജി പുരഞ്ജയ കരിഷ്യത്യപരോ വർണ്ണാൻ പുളിന്ദയ ദുമദ്രകാൻ
മഗധന്മാരുടെ വംശത്തിൽ വിശ്വസ്ഫൂർജി എന്ന് പേരായിട്ടൊരാളും പുരഞ്ജയൻ എന്നും പേരായ 2 പേരുണ്ടാവും. വിശ്വസ്ഫൂർത്തിയും പുരഞ്ജയനും മാഗധന്മാർ. അവരിൽ പുരഞ്ജയൻ പുളിന്തന്മാർ, യദുക്കൾ, മദ്രകന്മാർ എന്നു പേരായവരെ ബ്രാഹ്മണാദിവർണ്ണങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചയിക്കും. അതായത് അവരെ ബ്രാഹ്മണരായിട്ട് നിശ്ചയിക്കും. പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ഠാഃ സ്ഥാപയിഷ്യതി ദുർമതിഃ വീര്യവാൻ ക്ഷത്രമുത്സാദ്യ പത്മവത്യാം സ വൈപുരി അനുഗംഗാമാപ്രയാഗം ഗുപ്താം ഭോക്ഷ്യതി മേദിനിം. ഈ ശരിക്ക് ബ്രഹ്മജ്ഞാനികളൊന്നും അല്ലാത്തവരെ ബ്രാഹ്മണരായിട്ട് നിശ്ചയിക്കുകയാണ്. അപ്പോൾ ദുർബുദ്ധികളായിട്ടുള്ള ഈ ആൾക്കാരൊക്കെ, ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ പ്രജകളെയൊക്കെ വല്ലാതെ ചൂഷണം ചെയ്യും. മഹാപരാക്രമിയായിട്ടുള്ള അവർ പത്മവതി എന്ന പുരിയിലെ രാജാവായിരുന്നിട്ട് ക്ഷത്രിയന്മാരെയൊക്കെ നശിപ്പിക്കും. ഗംഗാദ്വാരം മുതൽ പ്രയാഗം വരെയുള്ള ഭൂമിയെ അവർ സ്വന്താക്കും. പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ഠ സ്ഥാപയിഷ്യതി ദുർമതി വീര്യവാൻ ക്ഷത്രമുത്സാദ്യ പത്മവത്യാം സവൈപുരി അനുഗാമാപ്രയാഗം ഗുപ്താം ഭോക്ഷ്യതി മേദിനിം. പിന്നെയോ അപ്പോൾ കുറേ ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു പോകട്ടോ. 38 സൗരാഷ്ട്രാവന്ധ്യാഭീരാശ്ച ശൂര അർബുദമാളവാഹ വ്രാത്യാദ്വിജ ഭവിഷ്യന്തി ശൂദ്രപ്രായാ ജനാധിപാഹ. അതിനുശേഷം സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം, ഇതൊക്കെ നമ്മൾ മുമ്പേ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് കേട്ടിരുന്നു അല്ലേ. മുതലായ രാജ്യങ്ങളിൽ വസിക്കുന്ന ബ്രാഹ്മണരെ ഉപനയനമൊന്നും ചെയ്യാതെ, അതായത് ശരിക്ക് ഒരു ബ്രാഹ്മണൻ എന്നുള്ള ഒരു തരത്തിലും ബ്രാഹ്മണനാണെന്ന് പറയാൻ വയ്യാത്ത, ഒട്ടും ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവരെ ജനങ്ങളെ പരിപാലിക്കുന്നവരുമായി ഭവിക്കും. അതായത് ബ്രാഹ്മണർ എന്നുള്ള പേരുണ്ട്, പക്ഷെ ഒരു ബ്രാഹ്മണ്യത്വം ഇല്ലാത്തവരാണ് ഭരിക്കുക പിന്നെ 39 സിന്ധോസ്തടം ചന്ദ്രഭാഗം കൗന്ദീം കാശ്മീരമണ്ഡലം ഭോക്ഷ്യന്തി ശൂദ്രാ വ്രാത്യാദ്യ മ്ലേച്ഛാശ്ച ബ്രഹ്മവർച്ചസ. സിന്ധുനദിയുടെ തീരം, അവിടെ കൗന്ദി എന്ന് പേരായ പുരിയിലെ കാശ്മീരം എന്ന് പേരായ ഭൂമിഭാഗം, ഇവയൊക്കെ ഒരു തരത്തിലുള്ള സംസ്കാരമില്ലാത്ത ശൂദ്രന്മാരും മ്ലേച്ഛന്മാരും വേദം തന്നെ എന്താണെന്ന് അറിയാത്തവരും ഭരിക്കും. തുല്യകാല ഇമേ രാജൻ മ്ലേച്ഛപ്രായാശ്ച ഭൂഭൃത ഏധേ അധർമാനതപരപതാഃ ഫൽഗുദാസ്തീവ്ര മന്യവഃ. ഈ വളരെ അധപ്പതിച്ച സ്വഭാവത്തോടു കൂടിയ ഈ രാജാക്കന്മാർ ഒരേ കാലത്ത് തന്നെ എല്ലാ ദിക്കിലും ഭരിക്കും. ഇവരെല്ലാവരും അധർമ്മത്തിലും അസത്യത്തിലും മാത്രം അവനവൻ്റെ സ്വാർത്ഥം കൊണ്ടും വളരെ സ്വാർത്ഥ തൽപരരും വളരെ വിഷയഭോഗികളും അധർമ്മവും അസത്യവും ചെയ്യാൻ മടിയില്ലാത്തവരാവും. അതാണ് പറഞ്ഞത്. പിന്നെ ആർക്കും ദാനമൊന്നും ചെയ്യില്ല. അതിക്രോധന്മാർ, ഭയങ്കര ദേഷ്യമുള്ളവരും ഒക്കെയാണ് അവരൊക്കെ. ഒട്ടും സ്വഭാവവിശേഷം ഇല്ലാത്തവരാണ് രാജ്യം ഭരിക്കുക. അപ്പോൾ ഇനി 41 കൂടി എന്തായാലും ചെയ്യാമെന്ന് ഞാൻ തോന്നുന്നു എനിക്ക് കേട്ടോ. 41 എന്തായാലും ചെയ്യാം. 42 പറ്റി ചിലപ്പോൾ വായിക്കല്ലേ വേണ്ടു. സ്ത്രീബാലഗോദ്വിജഘ്നാസ്ത പരധാരധനാധൃതാഃ ഉദിതാസ്തമിതപ്രായ അല്പസത്വാൽപകായുഷ. സ്ത്രീകളെയും കുട്ടികളെയും പശുക്കളെയും പിന്നെ നല്ല ബ്രഹ്മജ്ഞാനികളെയൊക്കെ അല്ലെങ്കിൽ സന്യാസിമാരെയൊക്കെ അവർ കൊല്ലും. പിന്നെയോ അന്യരുടെ ഭാര്യമാരെ സ്വീകരിക്കും. പിന്നെയോ വെറും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അപ്പോഴത്തെ സന്തോഷം മാത്രം നോക്കണവരാണ്. പെട്ടെന്ന് കോപം വരുന്നവരായിരുന്നു. അവർക്ക് അവരുടെ വലിയ ശക്തിയൊന്നുമില്ല, അല്പായുസ്സുകളും ആയിത്തീരുന്ന. പിന്നെ കലികാലത്തിലല്ലെങ്കിലും അല്പായുസ്സുകളാണെന്ന് പറയൂലോ. സ്ത്രീ ബാലഗോദ്വിജഘ്നാശ്ച പരധാരധനാധൃതാഃ ഉദിതാസ്തമിതപ്രായ അല്പസത്വാൽപകായുഷ. അതായത് പിന്നെ എന്താണ്, അവർക്ക് വലിയ ശക്തിയൊന്നുമില്ല, ആരോഗ്യമില്ല, ആയുസ്സും കുറവാണ്. 42 കൂടി വായിച്ചു നിർത്താം. അസംസ്കൃതാഃ ക്രിയാഹീനാ രജസാ തമസാ വൃതാഃ പ്രജാസ്തേ ഭക്ഷയിഷ്യന്തി മ്ലേച്ഛാ രാജന്യരൂപിണ. ഈ ഒരു തരത്തിലുള്ള സംസ്കാരങ്ങളും ചെയ്യില്ല. ജനിച്ചാൽ നാമകരണം, അങ്ങനെയുള്ള ജനിക്കണതിൻ്റെ മുമ്പ് തന്നെ ഗർഭാധാനം, നമ്മൾ പിന്നെ ക്രിയകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള സംസ്കാരങ്ങളോ ഒന്നും
അവർ അനുഷ്ഠിക്കാത്തവരാണ്, ഫോളോ ചെയ്യില്ല. അവരവരുടെ വർണ്ണാശ്രമത്തിനും ആചാരങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു അനുഷ്ഠാനങ്ങളും ഇല്ലാതെ പിന്നെ വളരെ രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളും ആയിത്തീർന്ന് വളരെ അധപ്പതിച്ച സ്വഭാവത്തോടു കൂടിയ ഈ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചിട്ടും സ്വാർത്ഥം കൊണ്ടും വിഷയഭോഗം കൊണ്ടും ജീവിതം നയിച്ചിരുന്ന പ്രജകളെ ഒരുപാട് ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരായിരുന്നു കലി. അപ്പം ഈ പിന്നെ കൽക്കിയായിട്ട് ഭഗവാന് വരണ്ടേ, അതിനുള്ള ഇത് പറയാണ്, അത്ര ധർമ്മികളായി തീരുകയാണ്. അപ്പോഴാണ് കലി വരിക, അതിന് ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. എന്തായാലും 42 വായിച്ച് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.